ആര് പറയണമെന്നുള്ള തർക്കമാണ്. ഇത് സീരീസ് ആണല്ലോ. സീരീസ് നമ്മളിപ്പോൾ വലിയ സ്ക്രീനിലാണ് കണ്ടത്. ഇതിലെ പ്രവർത്തിച്ച ആൾക്കാരും അല്ലാത്തവരുടെ കൂടുതലാണ് കണ്ടത്. എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ തോതിൽ നീതി പുലർത്തുന്നതായിട്ട് തോന്നി. 1978 നടക്കുന്ന കഥയാണ്. ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇണവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജെന്യൂനായിട്ട് കാണിക്കുന്ന പോലെ തോന്നി. വേറൊരു തരത്തിൽ വളരെ സ്ലോപ്പീസായിട്ടുള്ള രസമുള്ള നർമ്മങ്ങളാണുള്ളത്. ഞാൻ 2 എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച് മാത്രമേ ഡെബ്യൂമെന്റ് കണ്ടുള്ളൂ. ഞാൻ കണ്ടതിനകത്ത് ഷോ സ്റ്റൈനർ എന്ന് പറയുന്നത് ഗ്രേസ് ആന്റണിയാണ്. ഗ്രേസ് സൂപ്പറാണ്. ഞാൻ ഇച്ചിരി പ്രശ്നമുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് കൂട്ടും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു നൂലെ പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്യുന്നു. ഗ്രേസാണ് ഇപ്പൊ ഇതുവരെ കണ്ടതിനകത്ത് സ്റ്റാർ. ബാക്കി സുരേന്ദ്രനും ബാക്കി ചാർജറിനൊക്കെ ഉണ്ട്. അത് പിന്നെ ബാക്കിയുള്ളവർ പറയണ്ടത്. ഇപ്പൊ 2 എപ്പിസോഡാണ് ഇവിടെ റിവ്യൂ ചെയ്തത്. ഓരോ എപ്പിസോഡ് ഓരോ മൂഡിലാണ്. കേസിന്റെ എപ്പിസോഡ് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. അതെനിക്ക് ആദ്യം പറഞ്ഞേ പറ്റൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം. അതേപോലെ ഗ്രേസ് ഒരു രക്ഷയില്ല. ശരിക്കും ഷോ സ്റ്റൈലർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണാം. താങ്ക് യു. അങ്ങനെയല്ല, ഷമിചേട്ടൻ്റെ വൈഫിൻ്റെ അത്രയൊന്നും ഇതല്ല. ചെറുതായിട്ട് അവർക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതാണ്, മെന്റൽ പ്രശ്നമുള്ളതാണ്. ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. കറക്റ്റ് റൈറ്റ് ടൈമിൽ ചേട്ടൻ അത് വിളിക്കുന്നത്. പിന്നെ കുറച്ചേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഓരോരോ എപ്പിസോഡിലാണ് പോകുന്നത്. എല്ലാ ഫീമെയിൽ ക്യാരക്ടറും ഓരോ എപ്പിസോഡിൽ വന്നിട്ട് പോവുകയാണ്. അപ്പം അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള സ്പേസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഇനീഷ്യേറ്റീവ്, അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സന്തോഷം. പിന്നെ ഈ മൂവി ഡെഫിനറ്റായിട്ടും ഒരു യുണീക്ക് അപ്രോച്ചാണ്. ഞാൻ ഇന്നേവരെ ചെയ്ത മൂവിയോ സൗണ്ട് പാലറ്റായിട്ടോ ഒരു ബന്ധമില്ല. ഇത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന 80s കുറേ സിനിമകളുണ്ട്. പെരുവണ്ണവർത്ത് വിശേഷങ്ങൾ, അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന ധാരാളം പ്രാദേശിക വാർത്തകൾ. അപ്പോൾ ആ വൈബ് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ എനിക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൂടെ സഞ്ചരിച്ച ഒരു മൂവി കൂടിയാണ്. കാരണം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ നിതിൻ രഞ്ജിപ്പണിക്കർ എന്നോട് പറഞ്ഞ കാര്യം, അളിയ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപടി താൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അതല്ലാതെ താൻ വേറൊരു പരീക്ഷണം, ഞാൻ വേറൊരു പരീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ സിങ്ക് ആയിരിക്കില്ല. മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡയറക്ടറെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് ഇറക്കിയിട്ടുള്ളത്. ബാക്കി ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. നന്നായിട്ട് വരുന്നതാണ് വിശ്വസിക്കുന്നത്. ഭയങ്കര പീക്ക് എപ്പിസോഡ്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഞാൻ വളരെ മിനിമൽ മ്യൂസിക് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളൂ. കാരണം മിനിമൽ മതി ഇതിന്. 2 ട്രാക്കിൽ തന്നെ വർക്കൗട്ട് ആവുന്ന സീക്വൻസുകളാണ്. കാരണം അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അച്ഛന് എനിക്ക് തോന്നുന്നു കാവലിനൊക്കെ മുന്നേ തന്നെ അച്ഛൻ എന്നോട് ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണ് ഇത്. അച്ഛന് ഏറെ പ്രിയപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഈ സിനിമയാക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ്. അച്ഛൻ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഭരത് ഗോപി നെടുമുടി വേണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയധികം അച്ഛന് പേഴ്സണലി മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള, നിതിൻ രഞ്ജിപ്പണിക്കർ കാര്യം പറയുന്നത്, നിതിന് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കണ്ടന്റാണ് ഇതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതിന് സ്വാഭാവികമായിട്ട് നിതിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീരീസാണ്. അല്ലാതെ ഇത് ചിരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ക്യാരക്ടേഴ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഞങ്ങളെല്ലാം നിതിൻ്റെ ജേണിയുടെ പാർട്ടായി എന്നുള്ളത്. രഞ്ജിപ്പണിക്കരുടെ ഒരു കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. സുരാജേൻ്റെ ഒരു രക്ഷയില്ല. സ്ലോ പേസ്ഡ് ആണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും കംപ്ലീറ്റ് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ വേറെ രീതിയിൽ ആസ്വദിച്ചു പോകാം. രസമായിട്ടുണ്ട്. ഇനി ബാക്കി എപ്പിസോഡ്സ് കാണാനുള്ളൊരു വെയിറ്റിംഗ് ആണ്. അതിനുവേണ്ടി ഭയങ്കര രസമായിട്ട് ഗ്രേസിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട്. ഗ്രേസിന് നമ്മൾ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ആണ്. എല്ലാവരും നന്നായിട്ട്. ആൽഫി നന്നായിട്ട്,
ആൽഫിയിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ആൽഫി വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ വെയിറ്റിംഗ് ആണ്. വേറെ കൈൻഡ് ഓഫ് ആണ്. അപ്പൊ അത് അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഗ്രേസ് ചേച്ചി, സുരാജ് ചേട്ടനും ഉള്ള പെർഫോമൻസ് കാരണമുള്ള ഒരു നല്ല രസമായിരുന്നു. സാധാരണ കാണുന്ന ഒരു വെബ് സീരീസ് അല്ലാത്തൊരു ജോണറിലുള്ളത് ഇത് വേറൊരു പഴയ കാലഘട്ടം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഫസ്റ്റ് എപ്പിസോഡ് പോലെയല്ല സെക്കൻഡ് എപ്പിസോഡ്, ആ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് എല്ലാം സെപ്പറേറ്റ് പ്ലോട്ടുകൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. ഇനി ബാക്കിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രണ്ട് അതെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാനുള്ള